ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. സി വി സെഡ് എക്സ്ട്രീമാണ് വണ്ടി. നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ചെയിൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്. ചെയിൻ ആ ലൂസായിട്ടുള്ളൊരു സൗണ്ട് ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിൻ വലിക്കാനൊക്കെ ഉണ്ട്, വലിയ പഴക്കമില്ലാത്ത ചെയിനാണ്. പിന്നെ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ഒരു ടൈമിങ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അത് ക്യാം ചെയിൻ. അത് ലൂസാവും. ഇത് നമ്മുടെ ഈ ചെയിൻ പോലെ തന്നെയാണ്, അത് ഓടുന്നതിൻ്റെ അനുസരിച്ച് ലൂസാവും. അത് ലൂസാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ പറയുന്നത്, ലിഫ്റ്റ് ടെൻഷൻ അസംബ്ലി എന്ന് അതിന് പറയാം. അതിന് ഓൾറെഡി കംപ്ലീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, ചെറിയൊരു ചിലമ്പൽ പോലെ തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ മാറ്റി കളയാം, അതല്ലെങ്കിൽ സൗണ്ട് കൂടുതലായി ഇനി ഓടുന്തോറും അത് കൂടി വരുള്ളൂ. അപ്പോൾ മാറ്റിയിട്ടാലും മതി. അതൊരെണ്ണം നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ ഒരു കംപ്ലയിൻറ്റ്, അതല്ലാണ്ട് വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണം, പുതിയ ലൈനറാണ്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ടയർ പുതിയ ടയറാണ് ബാക്കിലത്തെ. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. അതേപോലെ വീലിൻ്റെ ബാക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ സ്പോക്കറ്റ് ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വീൽ റബ്ബറും പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നമുക്ക് ഈ തവണ കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടാം. പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സർവീസ് കൂടി നമുക്കത് അങ്ങനെ ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും ഇല്ല നിലവിൽ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും നിലവിലില്ല. എന്തെങ്കിലും ട്യൂണിങ്ങോ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റിങ്ങോ അതൊക്കെ എന്തെങ്കിലാണ് ജനറൽ സർവീസിൽ വരുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകൾ ഇല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം തൊടണ്ട. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്, E20 പെട്രോൾ എന്ന് പറയും. അത് ഉപയോഗിക്കുമ്പോൾ കാർബറേറ്ററൊക്കെ ശരിക്കും അലുമിനിയാണ്. അപ്പോൾ അത് ദ്രവിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും മെയിനായിട്ട് വരുന്ന പ്രശ്നം. കാർബറേറ്ററിൻ്റെ ഈ അടിയിലത്തെ പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ ചാടി പോകുന്നൊരു കംപ്ലയിൻറ്റ് വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലമാണ് ഒട്ടുമിക്ക വണ്ടിക്കും. അതായത് ഒരു 90% വണ്ടികൾക്കും കംപ്ലയിൻറ്റ്സ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്, കാർബറേറ്റർ മോഡൽ വണ്ടികൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കണം വരെ നമുക്ക് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ശരിയാവാൻ സാധ്യതയില്ല, 99%. അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. ആ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ തുടയെ ചെയ്യരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാറ്ററി കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. 13.15 അതിൻ്റെ വോൾട്ട് റേഷ്യോ വന്നത്. 9.6 ഇഞ്ച് ലോഡ് കൊടുക്കും. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചതാണ്. ബ്രേക്കിൻ്റെ കണ്ടീഷനൊക്കെ നമ്മളൊന്ന് അയച്ച് നോക്കുന്നുണ്ട്. ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, പുതിയ പാഡാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ടയറൊക്കെ പുതിയ ടയർ എടുക്കണം. ബെയറിങ്ങിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള ഹോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ ജനറലായിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളേ ഉള്ളൂ, വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. ചെയിൻ്റെ ഭാഗം ഈ പറഞ്ഞ രീതികളൊന്ന് ടൈറ്റ് ചെയ്തിടാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ അയക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.